ദൈവത്തിന് പരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു പകൽ കൂടെ ദൈവ മക്കളുടെ മുൻപാകെ ആയിരിക്കാൻ വലിയവനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ മഹനീയ നിമിഷത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. വെയിൽസിലുള്ള ദൈവസഭയുടെ എല്ലാവിധ സ്നേഹ വന്ദനങ്ങളും ഈ പ്രാരംഭ നിമിഷത്തിൽ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതം ഈ പകലും ആസന്നമായിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, കഴിഞ്ഞ രാവിലെ, ശനിയാഴ്ച രാവിലെ നോക്കിയപ്പോഴും ഇതേ മനോഹരമായ പ്രഭാതം. ഈ പകൽ പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിലും സൂര്യൻ അതിൻ്റെതായുള്ള ജോലി ചെയ്യുന്നു. മനുഷ്യരാശികൾ വ്യത്യസ്ത തലങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഒന്നിനും ഒരു മാറ്റവും കാണുന്നില്ല. എന്നാൽ ക്രൈസ്തവ സമൂഹം മുഴുവൻ ഈ പകൽ കർത്താവിൻ്റെ ഉയർപ്പ് അഥവാ ഈസ്റ്റർ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. ഉയർപ്പിന്റെ ശക്തി തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ, സ്തോത്രം ചെയ്യുകയാ. അനേകം നാമധേയ ക്രിസ്തു വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ ഈ പകൽ ഈസ്റ്റർ കൊണ്ടാടുമ്പോൾ ദൈവമക്കൾക്ക് അകത്തളങ്ങളിൽ വ്യാപരിക്കേണ്ട ചിന്ത എന്നുള്ളതാണ് ഈ പകൽ നാം ഒരുമിച്ച് അല്പനിമിഷങ്ങൾ ചിന്തിക്കുവാൻ പോകുന്നത്. ശ്രദ്ധിക്കണമേ, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം പഠിച്ചാൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. ശബത്ത്, ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം, ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതം, ഞായറാഴ്ചയുടെ നല്ല രാവിലെ സമയം, മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കൂടെ കല്ലറ കാണുവാൻ വേണ്ടി ചെല്ലുകയാണ്. നന്നാ രാവിലെ എന്ന് മറ്റൊരു വേദവാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്രകാരം അവർ കല്ലറ കാണുവാൻ ചെല്ലുന്ന മാത്രയിൽ 2-ാം വാക്യത്തിൽ പറയുന്നു, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നു. പ്രിയ സഹോദരിമാർ, യേശുവിന്റെ കല്ലറ കാണുവാൻ ചെല്ലുകയാണ്. മറ്റൊരു ഭാഗത്തിൽ നാം കാണുന്നത് ആ മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡിയിൽ സുഗന്ധദ്രവ്യം പകരുവാൻ വേണ്ടി ഈ വാത്സല്യ കർത്താവിന്റെ ദാസിമാർ നന്നാ രാവിലെ ആ കല്ലറയിലേക്ക് കടന്നു ചെല്ലുന്നു. ശ്രദ്ധിക്കണമേ, അവരുടെ മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം കല്ലറ കാണുക. പറ്റുമെങ്കിൽ ഈ സുഗന്ധദ്രവ്യം ഒന്ന് ആ യേശുവിന്റെ ശരീരത്തിൽ ഒന്ന് പകരുക. ഇത് മാത്രമാണ് അവരുടെ ഹൃദയത്തിലുള്ള ആഗ്രഹം. അവരുടെ മുൻപിൽ യാതൊരു വാക്തത്വങ്ങളോ പ്രവചന ശബ്ദങ്ങളോ മറ്റൊന്നും അവരുടെ മുൻപിലില്ല. മറ്റൊന്നിലും അവർ വിശ്വസിക്കുന്നില്ല. അവർ ഏറ്റവും അധികം സ്നേഹിച്ച, വളരെയധികം ആഗ്രഹത്തോടെ നോക്കിക്കണ്ട യേശുവിന്റെ തിരുശരീരം കണ്ട് അവനെ സ്നേഹത്തോടെ ഒരു നോക്കുകൂടെ കണ്ട് അവന്റെ ശരീരത്തിൽ സുഗന്ധദ്രവ്യം പകരുവാൻ അവർ എടുത്തു വന്നു. വാക്കുകൾ പറയുന്നു, അവർ കല്ലറ കാണുവാൻ വന്നു. എന്നാൽ 2-ാം വാക്യത്തിൽ നാം കാണുന്ന കാഴ്ച ഇപ്രകാരം, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കല്ലറ കാണുവാൻ വരുന്നവരുടെ മുൻപാകെ ഒരു ഭൂകമ്പം ഉണ്ടാകേണ്ട ആവശ്യമില്ല. എന്നാൽ നിന്റെ ചിന്തകൾക്കപ്പുറമായി ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. അടുത്തത്, കല്ലറ കാണുവാൻ വന്നവരുടെ മുൻപാകെ ഒരു ദൂതൻ പ്രത്യക്ഷനായി ഇറങ്ങി വന്നു. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കല്ലറ കാണുവാൻ വരുന്നവരുടെ മുൻപിൽ എന്തൊരു ദൂതൻ ഇറങ്ങണം. സഹോദരങ്ങളെ, മരിച്ച അവസ്ഥയുടെ മുൻപാകെ നിനക്ക് സംസാരിക്കുവാൻ വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി വരികയാ. 3 തീരുന്നില്ല. കല്ലറ കാണുവാൻ വന്ന പ്രിയ സഹോദരിമാരുടെ മുൻപാകെ കല്ല് നീക്കി മാറ്റി അതിന്മേൽ കയറിയിരിക്കുന്ന ഒരു ദൂതൻ പ്രത്യക്ഷനാകുകയാ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കേവലം നിർജീവമായ അവസ്ഥയെ കാണുവാൻ വന്ന വാത്സല്യ സഹോദരിമാരുടെ മുൻപാകെ 3 കൂട്ടം അത്ഭുതങ്ങൾ. 1, പെട്ടെന്നൊരു ഭൂകമ്പം. 2, സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങുന്നു. 3, അവിടെ ഇതാ കല്ല് നീക്കി മാറ്റി ആ കല്ലിന്മേൽ ഒരു ദൂതൻ കയറിയിരിക്കുകയാ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പകൽ ചില കല്ലറകൾ കാണുവാൻ, ചില മരിച്ച അവസ്ഥകൾ കാണുവാൻ, ചില നിർജീവമായ പ്രവൃത്തി കാണുവാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിന്റെ ചിന്തകൾക്കപ്പുറമായി, നിന്റെ ബുദ്ധിക്കപ്പുറമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില അത്ഭുതങ്ങൾ ഇപ്പോൾ ചെയ്യുകയാണ്. എന്നെ അവിടെ ചിന്തിപ്പിച്ച ഒരു വാക്യം, അതിന്റെ 6-ാം വാക്യത്തിൽ തന്നെ ഇപ്രകാരം പറയുന്നു, ദൂതൻ സ്ത്രീകളുമായി സംസാരിക്കുകയാണ്. എന്നിട്ട് ഈ സ്ത്രീകളോട് ദൂതൻ പറയുന്ന മറുപടി, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്നു കാൺമീൻ. എന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വളരെയധികം എന്നെ ചിന്തിപ്പിച്ച ഒരു ചിന്തയാണ്, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അടുത്തത്, അവൻ കിടന്ന സ്ഥലം
വന്നു കാൺമീൻ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. സഹോദരിമാർ, 1-ാം വാക്യത്തിൽ കടന്നു വന്നതിന്റെ ഉദ്ദേശം യേശു കിടന്ന കല്ലറ കാണുവാൻ. എന്നാൽ ദൂതൻ പറയുകയാ, അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്നു കാൺമീൻ. ഞാൻ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വീണ്ടും മഹത്വപ്പെടുത്തുകയാ. എന്താ ഉയർപ്പ്, എന്താ ഉയർപ്പിന്റെ ശക്തി? കല്ലറ കാണുവാൻ കടന്നു ചെന്ന സഹോദരിമാരുടെ മുൻപാകെ തുറന്നു കിടന്ന കല്ലറയും തീരുന്നില്ല. മരിച്ച് നിർജീവമായ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഒരു ഉയർപ്പ് ദൂതൻ വിളിച്ചു കാണിക്കുകയാ. അവൻ കിടന്ന സ്ഥലം വന്നു കാൺമീൻ. ആ സഹോദരിമാർ പോയി കാണുന്ന കാഴ്ച എന്താ? കല്ലറ തുറന്നു കിടക്കുന്നു, അകത്തളങ്ങളിൽ ശീലകൾ മാത്രം ബാക്കി. അവൻ അവിടെയില്ല. ഈ പകൽ എന്നെ ശ്രമിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിങ്ങളുമായി വിളിച്ചു പറയട്ടെ, അവൻ ഇവിടെയില്ല. അതെ, ഉയർപ്പിന്റെ ശക്തി അകത്തളങ്ങൾ വരുമ്പോൾ there will be a displacement, ഒരു ചലനം സംഭവിക്കും. ഈ പകൽ സഭകളും ദേശങ്ങളും വ്യക്തികളും നാളുകളായി ഉയർപ്പിന്റെ ശക്തി ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോൾ ആത്മാവിൽ ഒന്ന് ചോദിക്കട്ടെ, is there any displacement inside you, inside your church? ഈ പകൽ ഇല്ല എങ്കിൽ ചിന്തിക്കുവാൻ തുടങ്ങട്ടെ, പ്രവർത്തിക്കുവാൻ തുടങ്ങട്ടെ, ആത്മാവിൽ തിരിച്ചറിയുവാൻ തുടങ്ങട്ടെ. ഒരു ചലനത്തിനായി അവൻ കിടന്ന സ്ഥലം വന്നു കാൺമീൻ. അവൻ ഇവിടെ ഇല്ല, മറിച്ച് അവന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ആത്മാവിന്റെ ശക്തി വ്യാപരിച്ച്, ഉയർപ്പിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടായി. ഈ പകൽ ജനത്തോട് ആത്മാവിൽ ദൂത് പറയുകയാ, ഉയർക്കപ്പെട്ട ക്രിസ്തുവിന്റെ ജനമാണ് നാം. ക്രിസ്ത്യാനികളെന്ന് വിളിപ്പേരുള്ള നാം ഈ പകൽ ഉയർപ്പിന്റെ ശക്തി തിരിച്ചറിയട്ടെ. കേവലം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടവരല്ല നാം. കേവലം വീടിനകത്ത്, റൂമിനകത്ത് ഒതുങ്ങേണ്ടവരല്ല നാം. പ്രത്യുത ഈ പകൽ ദൂതൻ വിളിച്ചു പറയാ, അവനെ കിടത്തിയ സ്ഥലം വന്നു കാൺമീൻ. അവൻ ഇവിടെ ഇല്ല. There is a displacement action. ഇപ്പോൾ ആത്മാവിൽ, ഹൃദയ നിറവിൽ, ആത്മശക്തിയിൽ ദേശത്തോട് വിളിച്ചു പറയുന്നു, ഉയർപ്പിന്റെ ശക്തി എന്താ? ഉയർപ്പിന്റെ സാന്നിധ്യം എന്താ? പഴയ അവസ്ഥകൾ മാറി പുതിയ അവസ്ഥകൾ കടന്നു വരുന്നു, ചലനം സംഭവിക്കുന്നു. ഈ പകൽ ദൈവനിറവിനായി, ഉയർപ്പിന്റെ ശക്തിക്കായി നിങ്ങളെ ആത്മാവിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. എന്നെ ശ്രവിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലോകമെമ്പാടും ഈ പകൽ ഉയർപ്പ് കൊണ്ടാടുകയെ, എന്നാൽ ഞങ്ങൾ ഈ പകൽ തിരിച്ചറിയുന്നു, ഉയർക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശക്തി ഞങ്ങളുടെ ശരീരത്തിൽ കടന്നു വരുമ്പോൾ ചലനമുളവാകുന്ന ദൈവികമായ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. കർത്താവേ, ഈ പകൽ ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തെ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നിർജീവമായ അവസ്ഥകളെ ക്യാൻസൽ ചെയ്യുകയാ. തകർന്നു കിടക്കുന്ന അവസ്ഥകളെ നോക്കി, മരിച്ചു കിടക്കുന്ന അവസ്ഥകളെ നോക്കി നാളുകളായി പൊത്തുവരുത്ത അനുഭവത്തിലിരിക്കുന്ന വ്യക്തികളെ ചൂണ്ടി ഈ പകൽ ആത്മാവിൽ കർത്താവ് നൽകിയ സ്വാതന്ത്ര്യത്തിൽ അവരെ അനുഗ്രഹിക്കുകയും അവരുടെ അവസ്ഥകളെ മാറ്റി ആത്മാവിൽ അവരെ സ്വതന്ത്രരാക്കുകയാ. ദൈവം അത് ചെയ്യുന്നതിന് നന്ദി. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. May God bless you.